Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിലെ മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. Let f of x equal to x minus square bracket x belongs to minus 1 comma 2 where square bracket denotes the greatest integer function. The number of points at which the function is not continuous is. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിലെ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതിൽ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു -1 2 ഇടയിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പോയിന്റ്സ്, ഏതൊക്കെ നമ്പർ ഓഫ് പോയിന്റ്സിലാണ് ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ദ നമ്പർ ഓഫ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ നോക്കൂ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ടഡ് ബൈ ഇങ്ങനെയാണ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എഴുതിയിട്ടുണ്ട്. ഇതെന്താ തരിക? ഇപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇറ്റ് ഈസ് ദ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ 2.5ന് അടുത്തുള്ള ഇൻറ്റീജർ വാല്യൂ എന്താണ്? ലെസ് ആയിട്ടുള്ള ഇൻറ്റീജർ വാല്യൂ 2 ആണ് അല്ലേ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. -2.5ൻ്റെ വരുമ്പോൾ എന്ത് വരും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ലെസ് ആയിട്ടുള്ള തൊട്ട് പുറകിൽ കിടക്കുന്ന ഇൻറ്റീജർ വാല്യൂ ഏതാണ്? -3 ആണ്. ഇപ്പം നമ്പർ ലൈനിൽ നമ്മൾ ഓരോ ലൈനും മാർക്ക് ചെയ്ത പോയിന്റ് മാർക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ -2.5 ഇവിടെയാണ്, -2നും -3യുടെ ഇടയിൽ. -2.5നും ലെസ് ആയിട്ടുള്ള ഇൻറ്റീജർ ഏതാ? -3 ആണ് അല്ലേ? -2 അല്ലല്ലോ, -2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ -2.5. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയ കാരണം -2.5ന് ഈക്വൽ ആയിട്ട് -3 ആണ് വരിക. അപ്പം നമുക്ക് നോക്കാം, ഈ ഇതിൽ എത്ര പോയിന്റ്സ് വരും? -1നും 2നും ഇടയിൽ -1 0 1 2. അപ്പോൾ നമുക്ക് ഓരോ ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ -1നും 0നും ഇടയിലാണ് കിടക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എക്സ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? x+1 വരും. കാരണം -1നും 0നും ഇടയിൽ ലെസ് ആയിട്ടുള്ള വാല്യൂ ഏതാ? -1 അല്ലേ? അതിൻ്റെ അപ്പോൾ എക്സിന് -1 കൊടുത്താൽ ഫംഗ്ഷൻ എന്ത് വരും? x -1 x+1 വരും. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് 0നും 1നും ഇടയിലുള്ളത് നോക്കുക. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് വരും. അപ്പോൾ f of x എന്ന് പറഞ്ഞാൽ x - 0 x. അതും ഒരു x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ആണ്. അടുത്ത ഇൻ്റർവെല്ല് 1നും 2നും ഇടയിലാണ്. അപ്പോൾ ലെസ് ആയിട്ടുള്ള വാല്യൂ 1 ആണ്. അപ്പോൾ x - 1 എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. ഇതെല്ലാം ഓരോ പോയിന്റിലും അത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ട്. ആ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് ഏതൊക്കെയായിരിക്കും? -1നും 2നും ഇടയിൽ ഏതൊക്കെ പോയിന്റ് ആയിരിക്കും ഡിസ്കണ്ടിന്യൂസ് ആവുക? ഇതിൻ്റെ ഇടയിലുള്ള ഇൻറ്റീജർ പോയിന്റ് ഏതൊക്കെയാണ്? 0യും 1ഉം. അപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ട്? 2 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയാണ്? 2 ആണ്. ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് f of x equal to modulus cos x minus sin x and x belongs to pi/4, pi/2, then f dash of pi/3 is equal to. f of x തന്നിട്ടുണ്ട്, എക്സ് എവിടെ മുതൽ എവിടെ വരെയാന്ന് തന്നിട്ടുണ്ട്, ലിമിറ്റ് തന്നിട്ടുണ്ട്. ദെൻ എഫ് ഡാഷ് ഓഫ് pi/3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് ആദ്യം കാണാം. മോഡുലസ് വാല്യൂ ഉള്ള കാരണം അത് അതേപോലെ എഴുതി. കോസിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -sin x മൈനസ് sin xനെ ചെയ്തപ്പോൾ cos x. ദെൻ സൈൻ പൈ നമുക്ക് കാണേണ്ടത് എക്സ് അറ്റ് pi/3 അപ്പോൾ -sin pi/3 മൈനസ് cos pi/3 എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു sin pi/3 √3/2 ആണ്. അപ്പോൾ -√3/2, cos pi/3 1/2 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -√3 + 1/2 വരും. മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ √3 + 1/2 വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് f of x equal to sin inverse cos x, then d²y/dx² at x equal to pi/4 is. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത് അറ്റ് പോയിന്റ് x equal to pi/4. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് അല്ലേ? അപ്പോൾ ഞാൻ അതിനെ y equal to സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? സൈൻ y equal to കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos y ഇൻറ്റു dy/dx വരും. ഈക്വൽ ടു കോസിനെ ചെയ്താൽ -sin x. then d²y/dx² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ -sin x ഡിവൈഡഡ് ബൈ cos y. അപ്പോൾ നോക്കൂ, ഈ cos y എന്നുള്ളതിന് എനിക്ക് √1 - sin² y എന്ന് എഴുതാലോ. sin y cos x ആണ്. അപ്പോൾ
റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ വൈനെ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കാരണം സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ സൈൻ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് കോസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വരും. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ബൈ കോസ് വൈ ആണ് അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ബൈ കോസ് വൈ. അപ്പോൾ കോസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സൈൻ എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഒരു കോൺസ്റ്റന്റിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ് ആൻസർ. അടുത്ത പോയിന്റ് π/4 എക്സിന് π/4 കൊടുത്താലും 0 തന്നെ വരും. കാരണം ഓൾറെഡി 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു വേരിയബിൾ ഇല്ല അതിൽ. അപ്പോൾ എക്സ് എന്നുള്ള ടേമേ ഇല്ല. അപ്പോൾ അത് എന്തായാലും 0 തന്നെയായിരിക്കും. If y equal to tan inverse cos x minus sin x divided by cos x plus sin x, comma minus π/2 less than x less than π/2, then dy by dx equal to, അതായത് y തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ -π/2 പ്ലസ് π/2 ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്താവുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേമിനെ ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റാം. അതിൻ്റെ ഓരോ ടേമിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് വരും. sin x by cos x tan x, sin x by cos x tan x അങ്ങനെ. ഇനി നമുക്കറിയാം tan a മൈനസ് ബി എന്ന് പറഞ്ഞാൽ tan a മൈനസ് tan b ബൈ 1 പ്ലസ് tan a tan b ആണ്. ഇവിടെ ആ tan a എന്ന് പറയുന്നത് 1 ആണ്, tan b എന്ന് പറഞ്ഞാൽ tan x ആണ്. അപ്പോൾ tan എപ്പോഴാണ് 1 വരിക? tan aക്ക് π/4, തീറ്റ π/4 ആകുമ്പോഴാണ്, tan π/4 ആണ് 1. അപ്പോൾ നമുക്ക് a ഈക്വൽ ടു π/4ഉം b ഈക്വൽ ടു x എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan π/4 മൈനസ് x ആണ് ഈ എക്സ്പ്രഷൻ. അപ്പോൾ tan ഇൻവേഴ്സ്, അപ്പോൾ ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? അതായത് ടാൻ ഇൻവേഴ്സ് tan 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് tan ഓഫ് π/4 മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റയാണ്. തീറ്റ ഇവിടെ π/4 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ y എന്ന് പറയുന്നതാണ് π/4 മൈനസ് എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1, π/4 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. സിൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക, -1. ഓക്കെ. If y equal to x square by x minus 1, then dy by dx at x equal to -1 is. y തന്നിട്ടുണ്ട്, dy by dx at x equal to -1. ഇത് u by v ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. u by v ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Denominator x minus 1 into derivative of numerator minus numerator into derivative of denominator divided by denominator square. അപ്പോൾ x minus 1 into x square ഡെറിവേറ്റീവ് 2x, x minus 1 ചെയ്താൽ 1 വരും. പിന്നെ അതിൽ എക്സിനെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/4 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. സി അല്ല, സോറി, ഇ ആണ്. ഓപ്ഷൻ ഇ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്, 3/4. താങ്ക് യു. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.